നോക്കൂ, ഈ വീടും രേണുസുതിക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ വീടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. എത്രത്തോളം ഇപ്പോ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിൽ രേണുസുതി വിഷയം നമ്മൾ നിർത്തിയിട്ട് കുറേ നാളായി. താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. പല ആൾക്കാരും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇൻബോക്സിനകത്ത് അയക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്കത് ഈ ഒരു മാറ്റർ സംസാരിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് സംസാരിക്കാത്തത്. പക്ഷേ ഇന്ന് സമാനമായ മറ്റൊരു വിഷയം, അതായത് രേണുസുതിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ സുതിലയം എന്ന് പറയുന്ന ആ ഒരു വീട് വളരെ വിവാദമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ബിൽഡർ അടക്കമുള്ള ആൾക്കാർ വന്നു കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതുവരെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും അവരിപ്പോൾ തള്ളിപ്പറയേണ്ട സാഹചര്യമൊക്കെ വന്നിരിക്കുകയാണ്. എന്തായിരുന്നാലും ഞാനെപ്പോഴും ഞാൻ ആ വാക്ക് പാലിക്കുന്നു. എനിക്ക് അവരുടെ മാറ്റർ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം നിങ്ങൾക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ വിഷയം സംസാരിക്കുന്നില്ല. പിന്നെ ഈ ഒരു വിഷയം നിങ്ങൾ കണ്ടു നോക്കണം. കാരണം ഈ എന്താ പറയുക, ഈ അർഹതപ്പെട്ടവർക്ക് മറ്റേ എറിയാൻ അറിയുന്നവന് മറ്റേ എന്തോ കിട്ടൂല എന്നൊക്കെ പറയില്ല, എറിയാൻ അറിയുന്നവന് വടി കിട്ടത്തില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഭവമാണിത്. ഇതിനകത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു വാക്ക് തന്നെയാണ് തോന്നിയത്. അതായത് ഒരാൾക്ക് അർഹതപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അർഹതപ്പെട്ടവൻ അത് കിട്ടിയിരുന്നെങ്കിൽ അത് പൊന്നുപോലെ നോക്കിയിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്കത് എന്താണെന്നുള്ള കാര്യം കാണാം. ഇതിനകത്ത് നന്ദികേട് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ വന്നിട്ടുള്ളത്. നന്ദികേട് കാണിക്കരുത് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രേണുസുതിയോടാണ് പറയുന്നത്, ഞാൻ പറയുന്നതല്ല. അതാ പറഞ്ഞത്, ഇതിനകത്ത് ഞാൻ ഈ കോണ്ടെക്സ്റ്റിൻ്റെ അകത്തില്ല. ജസ്റ്റ് കാണൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രേണുസുതിക്ക് വീട് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടും അതിനെതിരെ അല്ലെങ്കിൽ ആ വീട് വെച്ച് തന്നവർക്കെതിരെ വളരെ മോശമായിട്ടുള്ള രേണുസുതിയുടെ പരാമർശങ്ങളും ഒക്കെ തന്നെയാണ് അല്ലെ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്റെ ലൈഫിൽ നടന്നൊരു കാര്യം പറയാനാണ് ഞാൻ വരുന്നത്. വേറൊന്നുമല്ല, നമ്മളും ഇതുപോലെ ഇത് സംസാരിക്കുന്ന ജസ്ന AS എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരത്തി നമ്മുടെ BB ടൈമിനകത്തൊക്കെ കോൺട്രവേഴ്സി ചില വന്ന സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഈ ബിഗ് ബോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്ന AS തന്നെയാണ് അവരുടെ ചാനലിൻ്റെ നെയിം. നിങ്ങൾ ആ ചാനലൊന്ന്, ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളത് പോയി കാണുക, ജസ്ന AS ആ ഒരു ചാനലിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ഒക്കെ കിട്ടും. പക്ഷേ ഈ പുള്ളിക്കാരത്തി പറയുന്നൊരു കാര്യം ഡയറക്റ്റ് രേണുസുതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കേട്ടു നോക്കാം. വീട്ടിലൊക്കെ കഴിഞ്ഞതാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്നതാണ്. മമ്മിയുടെ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് വാടകയൊക്കെ കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തില് അത് കണ്ടിട്ട്, മമ്മിയുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കൊരു വീട് വെച്ച് തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ട്രസ്റ്റ് തീരുമാനിച്ചു. നമുക്ക് കുറച്ച് സ്ഥലം തന്നു, അവിടെ അവർ നമുക്കൊരു വീടും വെച്ച് തന്നു. ശ്രദ്ധിക്കുക, അതായത് അവരുടെ മമ്മിക്ക് വളരെയധികം അസുഖം, വളരെ കലശലായ സാഹചര്യം വന്ന സമയത്ത് വാടക വീട്ടിലേക്കൊക്കെ നിന്നു. അവരുടെ ബുദ്ധിമുട്ടി നിന്ന സമയത്ത് ഒരു ട്രസ്റ്റ് അവർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ഒരു ചെറിയ വീടും വെച്ച് നൽകുന്നുണ്ട്. നിങ്ങൾ ആ വീടൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ വീട് നിങ്ങൾ കണ്ടിട്ട് വേണം ഈ പ്രസ്തുത രേണുസുതി എന്ന് പറയുന്ന സുധിയുടെ വിധവ. ഇനി ഞാനൊരു കാര്യം കൂടെ ഇത് ഇടയ്ക്കേറി പറയാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഒരുപാടിരുന്ന് ആലോചിച്ചു, എന്തിനാണ് ഇത്രയും അധികം ഈ ഒരു ചർച്ച സമൂഹത്തിൽ നിലനിൽക്കുന്നുള്ള കാര്യം. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാനടക്കമുള്ള യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനം റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിന്ന് റവന്യൂ കിട്ടും, അത്രയേ ഉള്ളൂ. അതർവൈസ് അതിനകത്ത് നത്തിങ്. അത് തന്നെയാണ്. പിന്നെ കുറച്ചെങ്കിലും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഓക്കെ, അത് നിൽക്കട്ടെ, നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക എന്നുള്ള കാര്യം കൊണ്ടാണ് എന്ന് വിചാരിക്കാം. എന്നാൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പബ്ലിസിറ്റി ആയിക്കൊണ്ടിരിക്കുന്നത്, രേണുസുതി അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? ബിഗ് ബോസ് എന്നുള്ളൊരു ഒരു ഷോയ്ക്കകത്ത് കയറിപ്പോയി ആ ഒരു ഷോ തുടങ്ങുന്നതിന് മുമ്പ് അതിനെ വെച്ചിട്ടൊരു കോൺട്രവേഴ്സി പബ്ലിക്കിൽ വളരെയധികം ഉയർത്തിക്കൊണ്ടുവന്ന് പരമാവധി ബാർഗെയിൻ ചെയ്ത് റേറ്റ് കൂട്ടി ഒരുപാട് ഇതിനകത്ത് നിങ്ങൾ ബിഗ് ബോസിലേക്ക് ഞാൻ വന്നാൽ കാരണം എനിക്ക് ഇത്രയും ആൾക്കാർ ഇത് വ്യൂവർഷിപ്പ് മറ്റുള്ള കാര്യങ്ങൾ കണ്ട എൻ്റെ പേരുള്ള വീഡിയോസൊക്കെ നോക്കും, ഇത്രയും വ്യൂവർഷിപ്പ് വരുന്നുണ്ട്. അങ്ങനെ നല്ല ബാർഗെയിൻ ചെയ്ത് നല്ല റേറ്റ് BB കൊടുത്തുകൊണ്ടായിരിക്കാം BBയിലേക്ക് രേണുസുതിയെ കൊണ്ടുവരുന്നത്. ഞാൻ എഴുതി വെച്ച് അടിവരയിട്ട് പറഞ്ഞുതരാം. ഈ പുറത്ത് നിന്ന് ഇത് കണ്ടിട്ട് എല്ലാം കയറി അകത്ത് കയറി പോകുന്ന രേണുവിന് അറിയാത്തൊരു സ്ഥലമാണ് ഈ പറയുന്ന BB. നമുക്കൊക്കെ നന്നായിട്ടറിയാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം സമൂഹത്തിൽ നിൽക്കുന്നത്. ഈ നെഗറ്റീവ് എല്ലാം അവിടെ പോയിട്ട് പോസിറ്റീവ് ആക്കി കളയാം എന്നുള്ളൊരു ചിന്തയാണുള്ളതെങ്കിൽ അത് കണ്ടു തന്നെ അറിയണം കേട്ടോ. പറയാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി നെഗറ്റീവായിട്ട് പോയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അഖിൽ മാരാരൊക്കെ. പക്ഷേ പുള്ളി തിരിച്ചിറങ്ങി വന്ന് പുള്ളിയുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പക്ഷേ അയാൾ കഴിവുള്ള ഒരാളാണ്, അത് വേറൊരു കാര്യം. ഇനി ബാക്കി കേൾക്കൂ. അതിലേക്ക് 19,000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ കുറെ നല്ല ആളുകൾ ചേർന്ന് അവരുടെ പൈസയും അവരുടെ എഫേർട്ടും കുറെ പണിക്കാര് പൈസ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഹെൽപ്പ് ആക്കുന്ന രീതിയിൽ വന്ന് ചെയ്ത് തന്നൊരു വീടാണിത്. ആ വീടിന്റെ വിഷ്വല് ഞാൻ ഇവിടെ വെക്കാവേ. നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് ഇവർക്ക്
ആ സ്ഥലത്ത് ഇവർക്ക് വച്ചു കൊടുക്കപ്പെട്ട വീടെന്ന് പറയുന്ന പ്രസ്തുത വീടാണ്. അത് ഞാൻ സൂം ചെയ്ത് തന്നെ കാണിക്കാം. നോക്കൂ, ഈ വീടും രേണുസുതിക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ വീടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. എത്രത്തോളം ഇപ്പൊ നമുക്ക് വീട് വെച്ച് തന്ന ആൾക്കാരെ ഞാൻ ഈ സമയവും നന്ദിയോടെ ഓർക്കാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് വരെ നമ്മൾ മാറ്റി വെച്ചിട്ട് വാടക കൊടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു വീട് എന്നുള്ള സംഭവം ചിന്തിക്കാൻ നിങ്ങൾക്ക് പലർക്കും കഴിയത്തില്ല. പക്ഷേ ഇതുപോലും ഇല്ലാത്ത ആൾക്കാർ ഇന്ന് നമ്മുടെ ചുറ്റുപാട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഞാനൊക്കെ ഇതിനെക്കാട്ടിലും താഴെ കിടന്ന ഒരാളാണ്. അഥവാ ഗ്രൗണ്ടിൽ ഒരാളുടെ ഏറ്റവും ഗ്രൗണ്ട് എന്ന് പറയുന്ന സാധനം എവിടെയാണോ ആ റൂട്ടിൽ നിന്നിട്ട് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് പറയുന്നതിനും എനിക്ക് വലിയ ബുദ്ധിമുട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എൻ്റെ ലൈഫായിരുന്നു അത്. പക്ഷേ അത് പാസ്റ്റാണ്. പക്ഷേ ഇത് നോക്കൂ, അവർക്ക് അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് ഏതാണ്ട് 80,000 രൂപ അവർ അങ്ങോട്ട് കൊടുക്കുകയും അതിന് പകരമായിട്ട് ഒരു സ്ഥലവും ആ സ്ഥലത്ത് അവർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ഷെഡ് പോലത്തെ ഒരു സാധനമാണ്. അതായത് തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മേച്ചിൽ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം. അപ്പം ഈ ഒരു വീട് ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അവരെന്നിട്ട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. വളരെയധികം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആ ഒരു സംഭവം തന്നിട്ടുള്ള ഓരോരുത്തരെയും നന്ദിയോടുകൂടിയാണ് അവർ ഓർത്ത് സംസാരിക്കുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയതെന്നല്ല അവർ പറഞ്ഞത്. എനിക്കിത് കിട്ടി, ഞങ്ങൾക്കിത് കിട്ടി, ഇതുപോലും കിട്ടാത്ത ഒരു സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടെന്നാണ് ഇവിടെ ജസ്ന പറഞ്ഞു വെക്കുന്നത്. ആ ഒരു വാക്ക് തന്നെ എന്തുമാത്രം ഇത് തരുന്നതാ. ഇതിനകത്ത് തൊട്ടടുത്ത് തന്നെതാ ഈ പ്രസ്തുത വ്യക്തിക്ക് കിട്ടിയ വീടെന്ന് പറയുന്ന ആ ഒരു വീട്. ആ വീടിൻ്റെ ബിൽഡറുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയൊക്കെ നിലനിൽക്കുന്നു എന്നൊക്കെ അറിയുന്നു. ഞാൻ കാണുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് വരുന്നു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോസൊക്കെ ഇടുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഞാനത് കാണാറില്ല. എന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 വല്ലാത്തൊരു വൈകാരികമായിട്ട് എന്തോ ഒരു ഇത് തോന്നും. അതുകൊണ്ട് ഇത് കാണാറില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടോ ആ വീടും ഈ വീടും തമ്മിൽ നോക്കി നോക്കൂ. രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ളത് ഈ ഇത് കിട്ടിയതാണ്, സമൂഹത്തിൻ്റെ നിന്ന് കിട്ടിയതാണ്. സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് കിടക്കാനൊരു സ്ഥലം തന്നു എന്നുള്ള ആ ഒരു മൊമെന്റ്, നമുക്കൊരാളൊരു സാധനം ഹെൽപ്പായി നൽകണമെങ്കിൽ അവർക്കൊരു നല്ല മനസ്സ് വേണം, അല്ലെ? ആ നല്ല മനസ്സുകളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവര് പൈസയായിട്ടും അവരുടെ സമയമായിട്ടും അവരുടെ എഫേർട്ട് ആയിട്ടും ഒക്കെ അവർ ഇട്ടിട്ടുണ്ട് ഇതിൽ. അവരെല്ലാവരും വളരെ നന്ദിയോടെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പോഴും ഞങ്ങള് ഒരു വീട് പുതിയത് വെച്ച് മാറുന്നത് വരെ നമ്മൾ അതിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ 2 വീടും നിങ്ങൾ കണ്ടവരാണ്. നിങ്ങളുടെ അഭിപ്രായം പറയും. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇത് കണ്ടിട്ടും ഇതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ ഇപ്പോഴും സമൂഹത്തിൻ്റെ അകത്ത് നമ്മൾ അത്യാവശ്യം ഇറങ്ങി ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ മൂപ്പനെ കാണാറില്ല. ഈ കുറേയധികം വീഡിയോസ് ഇങ്ങനെ ചെയ്തു പോകുന്നു. ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് എന്നെ ഒരു ഗ്യാപ്പ് എടുക്കുന്നത് കാണാൻ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെയാണ് ഒളിച്ചോടുന്നത്, ഇതെന്താ ഇത് മുങ്ങുന്നത് എവിടെയാണ്? സത്യം പറഞ്ഞാൽ ഇത് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഈ മനുഷ്യരെ കാണാനും അവരോടൊന്ന് ഇടപഴകാനും കുറച്ചധികം എൻ്റെ ഈ ഭൂമിയിലെ നിമിഷങ്ങൾ എപ്പോഴും മറ്റേ എന്താ പറയുക കുറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. മറ്റേ മണൽ നിറച്ചിട്ടുള്ള സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ഊർന്നു വീഴുന്ന പോലെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, സമയം ഭൂമിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് ആൾ കഴിയുമ്പോഴേക്കും ജീവനോടുണ്ടെങ്കിൽ നമുക്ക് എല്ലാതരം പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഈ നടക്കാൻ പറ്റുന്ന സമയങ്ങളിൽ പരമാവധി മനുഷ്യരെ കാണുക, അവരുടെ ലൈഫുമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ട്, അറിയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ എൻ്റെ ലൈഫിൻ്റെ റൊട്ടീൻ. അപ്പോൾ അതിനകത്ത് എല്ലാ തരത്തിൽ മനുഷ്യർ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ഞാനൊക്കെ അതൊക്കെ വേണമെങ്കിൽ വീഡിയോസ് ആക്കിയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയധികം നിങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ പാവങ്ങളല്ലേ എത്രയോ. പക്ഷെ ഞാൻ എന്തുകൊണ്ടത് കാണിക്കുന്നില്ലെന്ന് വെച്ചാൽ അത്രയും പാവപ്പെട്ടവരായതുകൊണ്ടാണ്. കാരണം അവരെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള വരുമാനമോ ഒരു തരത്തിലുള്ള ഒരു സംഭവമോ ഒരു റീച്ചോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല, ചെയ്യത്തുമില്ല. അത് എന്തായാലും ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ ഈ സാഹചര്യങ്ങളെക്കാട്ടിലും ഭയങ്കര ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എൻ്റെ വീഡിയോസ് ഇപ്പോഴും കാണുന്നുണ്ടാവും. നിങ്ങൾ പല ആൾക്കാരും അങ്ങനെ പാസ്റ്റിൽ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വന്നവരും ആവാം. പിൽക്കാലത്ത് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഉയർന്നു വന്നവരാവാം. ഒരു വീടെന്നുള്ളത് മാത്രം ഒരു കയറിക്കിടക്കാടം എന്നാണ് എൻ്റെ അമ്മ പറയുക. ഒരു കയറിക്കിടക്കാടം ഉണ്ടായാൽ മതി എന്ന് എൻ്റെ പണ്ടമ്മ പറയും. ഓക്കെ, അത് പല സാഹചര്യങ്ങളിൽ പലർക്കും ഇന്നും ലഭ്യമല്ല. അങ്ങനെ ഇല്ലാത്തവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അത് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയണമല്ലോ. മറ്റേ പുള്ളിക്കാരത്തിൻ്റെ രേണുവിൻ്റെ കാര്യത്തിൻ്റെ അകത്താണെങ്കിൽ ഇവരുടെ ഈ ഒരു വിഷയം കോൺട്രവേഴ്സി ആവുന്ന സമയത്ത് തന്നെ ഈ ഇത് കൊടുക്കുന്ന ആൾക്കാരും ഇത് കൊടുത്ത ആൾക്കാർ, സ്ഥലം കൊടുത്ത അച്ഛൻ, ബിഷപ്പ്, അതുപോലെ തന്നെ വച്ചു കൊടുത്ത ഫിറോസും അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഒരുപാട് മനുഷ്യർ, അവരെല്ലാവരും ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുധിയുടെ അച്ഛനടക്കമുള്ള ആൾക്കാർ നിരന്തരമായിട്ട് ഷാജൻസ്കറി അടക്കം ഉള്ള ആൾക്കാരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടും അവരെ കുറ്റപ്പെടുത്തിയും ഒക്കെ കൊണ്ട് പറയുന്നുണ്ട്. ഓക്കെ,
ഇതൊക്കെ എങ്ങനെയോ തീർക്കേണ്ട വിഷയമായിരുന്നു. സമൂഹത്തിൽ ഇത് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണം എന്നുള്ളത് ആരുടെ ആവശ്യമാണ്, ആരുടെ ആഗ്രഹമാണെന്നുള്ള കാര്യം ചിന്തിക്കാം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരാളെ ഒരുപാടധികം കുറ്റം പറയുമ്പോൾ ഞാൻ അത്രയും പെർഫെക്റ്റ് ആണോ എന്നുള്ള എൻ്റെ ചിന്ത കൊണ്ട് മാത്രമാണ് അധികം അതിലേക്ക് പോകാത്തത്. ഇന്നലെ ആരോ ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾ കുറ്റം പറയാൻ ഭയങ്കര മടിയാണെങ്കിൽ നിങ്ങൾ എന്തിനാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു? റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ കുറ്റം പറയുന്നത് എന്താ നിർബന്ധം? ഈ റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനത്തിൻ്റെ കോൺസെപ്റ്റിൽ തന്നെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, ബില്യൺ ആണോ എന്നറിയത്തില്ല ഉള്ള ഒരു ചാനലുണ്ട്. പ്യൂഡിഫൈ എന്നാണ് ആ ചാനൽ. നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാം. അത് റിയാക്ഷൻ വീഡിയോ ആണ് അദ്ദേഹം ചെയ്യുന്നത് മൊത്തം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കോണ്ടന്റ് പല തരത്തിലുണ്ടെന്ന്. ഓക്കെ, നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് റിയാക്ഷൻ, നിങ്ങളുടെ അഡ്രിനാലിൻ റഷ്, ഒരാളുടെ വെറുപ്പ് ഇങ്ങനെ കൂട്ടി തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അത് നല്ല രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. മുൻകാലങ്ങളിൽ ഞാൻ അത്രയും ചെയ്തിട്ടുള്ള ആളാണ്, ഏതാണ്ട് എക്സ്ട്രീം ലെവൽ. പിൽക്കാലത്ത് അത് മാറ്റം വന്നെന്ന് വെച്ചാൽ ഞാൻ അത്ര ഈ ലോകത്തിന് മൊത്തം കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സൽഗുണ സമ്പന്നനല്ല. ഞാൻ എന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ എല്ലാവരും കുറ്റം പറയും? അതേ ഉള്ളൂ. തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പായ മൊമെന്റുമാണിത്. അതായത് എല്ലാ കാലവും മരണം വരെയും ഈ നന്ദിയും കടപ്പാടൊക്കെ നമുക്ക് അവരോട് ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ വീടും രേണുസുതിക്ക് കിട്ടിയിട്ടുള്ള വീടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എത്രത്തോളം അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കണം, അല്ലെ? എത്ര നല്ല വീടാണ്, ഇത്രയും സൗകര്യങ്ങളോട് കൂടി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് കിട്ടിയിട്ട് അതിനെ എങ്ങനെ ഇങ്ങനെ നന്ദിയില്ലാണ്ട് പറയാൻ, അവർക്കെതിരെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു വീട് കണ്ടത് പുറത്തെ കാലാവസ്ഥ എന്താണോ അത് അങ്ങനെ തന്നെ ഉള്ളിൽ റിഫ്ലക്ട് ചെയ്യും. കാരണം ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതിന്റെ ഇടയിൽ വിളവുകളുണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്താലാവട്ടെ, നല്ല വെയിലാവട്ടെ, എല്ലാം നമുക്ക് അതിന്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എഫക്ട് ചെയ്യും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ഇന്നേരം അവരോട് ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ നിങ്ങളിത് ശരിയാക്കി തരണമെന്ന് പറയാനോ ഒന്നും നിന്നിട്ടില്ല. നമ്മൾ തന്നെയാണ് ഈ ഷീറ്റെല്ലാം വാങ്ങി കവർ ചെയ്തതും ഒക്കെ. ആ ഷീറ്റ് ഇപ്പൊ ഞാൻ പൊടിഞ്ഞിരിക്കുന്നത് വെയിലെടുത്തിട്ട് പൊടിഞ്ഞു പോയിട്ടുള്ളതാണ്. നമ്മൾ കവർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അവർ ആ നാട്ടിൽ അവിടെ താമസിക്കുന്നില്ല, അവർ വിദേശത്ത് അവിടെ ജോലി ചെയ്തു, അവിടെ ജീവിക്കുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും അവരുടെ മറ്റു വീട് വയ്ക്കുന്നവരെ അത് താമസിക്കും. കാരണം എൻ്റെ ഫുൾ വീഡിയോ അവരുടെ ജസ്ന AS എന്ന് പറയുന്ന ആ ചാനലിൽ നിങ്ങൾ പോയി കാണുക. ഓക്കെ, നിങ്ങൾക്കപ്പോൾ ആ കാര്യം വ്യക്തമായിട്ട് ഫുൾ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആ ചാനൽ. ഞാനിപ്പോഴും പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത്, ഈ സമൂഹത്തിൻ്റെ അകത്ത് നമ്മളിപ്പം ഈ ഒരു പേര് നിരന്തരം മുഴങ്ങി കേൾക്കുന്നു, രേണുസുതി. അതിനകത്ത് എൻ്റെ ചിന്തയ്ക്കകത്തൂടെ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റെലവൻസ് എന്താണ്? രേണുസുതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ, രേണുസുതിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ തുടക്കത്തിൽ പലരും എന്നെ ഇപ്പോഴും വിമർശിക്കുന്നൊരു കാര്യമാണ്, ഞാൻ അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ അത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ ചിന്തിച്ചത്, ഒരു കലാകാരൻ്റെ ഭാര്യ ഒരു വിധവയാണ്, അവർ അധികം പ്രായമൊന്നും ആയിട്ടില്ല, അവർ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നിൽക്കുന്ന സമയത്ത് ഒത്തിരി അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുന്നു. അതിൻ്റെ കാരണം എന്ത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് മാത്രമാണ്. പിൽക്കാലത്ത് അത് ഞാൻ തന്നെ പറഞ്ഞ് തിരുത്തി പറയിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റം അവരുടെ സൈഡിൽ നിന്ന് വന്ന സമയത്ത് വിമർശനാത്മകമായി വളരെ ഹെൽത്തി ആയിട്ട് ക്രൂരമായ അല്ലാത്ത രീതിയിൽ ഞാൻ അത് മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതും അവർ വീണ്ടും നമ്മളെന്ന് പറയുന്നൊന്നും യാതൊരു മുഖവിലയ്ക്കും എടുക്കാത്തൊരു കാര്യം തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അവർ എന്നുള്ളൊരു വ്യക്തിയുടെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. അതിന് നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. വേണമെങ്കിൽ നിരന്തരം അവരുടെ വിഷയം എത്രയോ വരുന്നു. എനിക്ക് വേറെ കോണ്ടന്റുകളെക്കാട്ടിൽ ഏറ്റവും സിമ്പിളാണ് രേണുസുതിയുടെ വിഷയം എടുത്ത് സംസാരിച്ചിട്ട് പോകാം. ഒരുപാട് വ്യൂസും മറ്റു കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കാരണം. ഒന്ന്, റെലവൻ്റ് ആയിട്ടുള്ള സംഭവം അല്ല അവർ സമൂഹത്തിന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കോ എനിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒരു തരത്തിലും എവിടെയെങ്കിലുമൊക്കെ മുൻകാലങ്ങൾ കുറച്ച് നാളിന് മുമ്പ് വരെയും അവർ വളരെ പോസിറ്റീവായിട്ട് എവിടെ കൂടെയെങ്കിലും ഈ വിഡോ ആയിട്ടുള്ള സ്ത്രീ അഥവാ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കും സിംഗിൾ മോം എന്നുള്ള രീതിയിലാണെങ്കിലും ഒറ്റപ്പെട്ട് കലാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നൗ അവർ ശരിക്കും ഇതെല്ലാം മനഃപൂർവ്വം അവർ തന്നെ ചെയ്യുന്നതാണ്. അവർ ഒരു കാരണവശാലും ഈ വിഷയങ്ങളിൽ നിന്നും മാറി നടക്കാനോ വിഷയങ്ങൾ തീരണമെന്നോ ആഗ്രഹിക്കാതെ വിഷയങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ്? എന്നെ കാണുന്ന പ്രേക്ഷകരുടെ അഡ്രിനാലിൻ, അവരുടെ ദേഷ്യത്തിൻ്റെ ഹെയ്റ്റിൻ്റെ ഇത് അളവ് കൂട്ടുക, നിങ്ങളുടെ മനസ്സിൻ്റെ അനാവശ്യമായ വെറുപ്പുകൾ വീണ്ടും കുത്തി നിറയ്ക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യാതിരിക്കുക. ഞാൻ ചെയ്യുന്ന നിങ്ങളോട് ചെയ്യുന്നൊരു മാന്യതയാണെന്ന് കരുതുന്നു. വെറുതെ എന്തിനാണ് നിങ്ങൾ പ്രഷർ കൂട്ടുന്നത്? അതുകൊണ്ട് തന്നെയാണ് ചെയ്യാത്തത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, രേണുസുതി ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ സമൂഹത്തിൻ്റെ അകത്ത് മറ്റുള്ള പല ആൾക്കാരും ഇന്നും ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ. ആ ഷോയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന ഒരു കോപ്പ് കൂട്ടൽ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് തരത്തിലുള്ളൊരു വാല്യൂ ആണ് നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ ഉള്ളത് എന്നുള്ളതാണ്.
അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബിഗ് ബോസ് എന്നുള്ള ഷോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഇപ്പം 10,000 മുതൽ അങ്ങോട്ടാണ് റേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിലവിൽ ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ഈ സീസണിൽ വരുന്നതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആരെന്ന് വെച്ചാൽ വൺ ആൻഡ് ഓൺലി രേണു സുധിയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് മിനിമം, എൻ്റെ ഒരു കാൽക്കുലേഷനിൽ മിനിമം ഒരു 40,000 പെർ ഡേ, 40,000 ഏറ്റവും കുറഞ്ഞത്, 40,000 രൂപയോ 40,000 to 1 lakh വരെയൊക്കെ ആവാം. അപ്പോൾ 40,000 ചുരുക്കി എടുത്താൽ 40,000 10 ദിവസമായി കഴിഞ്ഞാൽ 4 ലക്ഷമായി. മനസ്സിലാക്കണം, 4 ലക്ഷം. അത് 100 ദിവസം നിന്ന് കഴിഞ്ഞാൽ അത് 40 ലക്ഷമാവും. പിന്നെ ഇത് കിട്ടും 40 ലക്ഷം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ കണക്ക്. ആ എമൗണ്ടിൻ്റെ 3 ടൈംസ് കൂടുതൽ കിട്ടുമേ ഉള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം. എങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞൊരു എമൗണ്ട് പറയുക. അങ്ങനെ വരുമ്പോൾ രേണു സുധി ചിന്തിക്കുന്നത് പൊതുവിലുള്ളൊരു കോൺട്രവേഴ്സിയെ പരമാവധി നിലനിർത്തുക, BBയിലേക്ക് കയറുന്ന സമയത്ത് ആ കോൺട്രവേഴ്സിയിൽ റീച്ച് ചെയ്യുക. ഇത് ഞാൻ എന്നോ പറഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. BB വരുന്നു, BBക്കകത്ത് വരുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ എന്ന് ഞാൻ ഇതുമായിട്ട് രേണു സുധിയുടെ തുടക്കത്തിലുള്ള കോൺട്രവേഴ്സി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യം. അന്ന് പലരും അത് വിശ്വസിച്ചില്ല. ഇന്ന് അതിലേക്ക് തന്നെ ഇല്ല അടുത്തവർ. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനത്തിന് കാളവാല് വെക്കുന്ന എന്തിനാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇന്ന് കിട്ടിയ വീടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യം വരത്തില്ല. അവർക്ക് സ്വന്തം അധ്വാനത്തിലൂടെ BBക്കകത്ത് നിന്നും എന്ത് തന്നെ ആയിരുന്നാലും അവിടെ നിന്ന് കുറേ നല്ലൊരു ഫെയിംഷിപ്പും അതിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വീട് വയ്ക്കാനോ മറ്റുള്ള സ്വന്തമായിട്ട് നിലനിൽക്കാനോ പൈസയൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളൊരു ധാരണയുടെ പുറത്ത് അതിന് മുമ്പ് അവരുടെ വീട് തന്നു, മറ്റത് തന്നു, മറിച്ച് തന്നു, കയറി കിടന്നു. പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ നമ്മളൊരാൾക്ക് ദാനം നൽകിയ ഒരു കാര്യത്തിനെക്കുറിച്ച് ഈ വാങ്ങിയ ആൾ ചുമ്മാ കാണണമെന്ന് പറഞ്ഞിരുന്നാലും അത് കൊടുത്ത ആൾക്കാർ നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പുറകെ നിൽക്കുന്നത് അത്ര നല്ല ഗുണകരമായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഫിറോസിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തു, ആ ബിഷപ്പിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തു. അവർക്ക് സംസാരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അവർ വേറെന്താ ഉദ്ദേശം? ബിഷപ്പാണെങ്കിൽ അവിടെ രേണു സുധി താമസിച്ച് കൂടുതൽ സ്ഥലം വിലയ്ക്ക് വിറ്റുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അനാവശ്യമായിട്ട് ഇതിനകത്ത് പെടുത്താൻ ശ്രമിച്ചു. ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി നല്ലൊരു കാര്യം ചെയ്തതിനെ അവിടെ നിന്ന് ഇവിടുന്ന് ഇളകി പോകുന്നു. മറ്റേ ഷാൻ സ്കറിയ വെച്ചു കൊടുത്ത മതിൽ വിള്ളൽ വന്ന് ഇളകി പോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നു. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലണ്ടി നോക്കണ കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മനസാക്ഷി, മനുഷ്യത്വം എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്. നമുക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കട്ടൻ ചായ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരാളോട് നമുക്ക് പെട്ടെന്ന് നമുക്ക് അവരെ ഒന്ന് തള്ളിപ്പറയാൻ പാടാടേ. ഒരു കട്ടൻ ചായ കുടിച്ചാൽ മതി. പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, കൊന്നാലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പോട്ടെ, അതൊക്കെ പാസ്റ്റാണ്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു രൂപയായിക്കോട്ടെ, ഒരു തലോടലായിക്കോട്ടെ, ഒരു കണ്ണുകൊണ്ടായിക്കോട്ടെ, ഒരു കൈ തന്നിട്ടുള്ളതായിക്കോട്ടെ, മറക്കരുത്. സത്യം വേറൊന്നുമല്ല, നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷെ മറക്കരുത് കേട്ടോ, നന്ദി ചെയ്തവരെ മറക്കരുത്. ആ ഒരു കീഴ്വഴക്കം അത്ര നല്ലതൊന്നുമല്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ജസ്നയുടെ വീടിനെക്കുറിച്ചും ഈ പറഞ്ഞ രേണു സുധിയുടെ വീടിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്.